എരുമേലിയിൽ നിന്നും ഞങ്ങൾ പമ്പയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അയ്യപ്പനെ കാണാനുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹം വഴിയിലാകെ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. പോലീസിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അതിരുവിട്ട നിയന്ത്രണവും ഇതിന് കാരണമാക്കി. കുറച്ചധികം വൈകിയിട്ടാണെങ്കിലും ഞങ്ങൾ പമ്പ നദിയിലെത്തി. ആ പുണ്യതീരത്ത് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ നദി. ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം മൂലം പുണ്യനദിയായി അറിയപ്പെടുന്ന പമ്പ നദിയെ ദക്ഷിണ ഭഗീരഥി എന്നും വിളിക്കുന്നു. പൗരാണിക കാലത്ത് ഈ നദി ബാരിസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഭാരതത്തിന്റെ ആദികാവ്യമായ രാമായണത്തിൽ പമ്പ നദിയെക്കുറിച്ച് വിവരം നൽകുന്നുണ്ട്. ശ്രീരാമൻ സഹോദരൻ ലക്ഷ്മണനും ഒന്നിച്ച് പമ്പ തീരത്ത് വരികയും ശബരി എന്ന സന്യാസിയോട് ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. സ്വാമി അയ്യപ്പനെ കുറിച്ചുള്ള ഐതിഹ്യ കഥകളിൽ പമ്പ നദിക്ക് പ്രമുഖ സ്ഥാനമുണ്ട്. ശബരിമല തീർത്ഥാടന യാത്രയിൽ പമ്പ സ്നാനം പ്രാധാന്യമുള്ള ഒരു ചടങ്ങായി അയ്യപ്പ ഭക്തർ അനുഷ്ഠിച്ചു പോരുന്നു. പുലരിയിൽ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പമ്പയെ കാണാൻ വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണ്. പമ്പ സ്നാനവും കഴിഞ്ഞ് അയ്യപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങളും പതിയെ യാത്ര ആരംഭിച്ചു. മണ്ഡലപൂജ ആയതുകൊണ്ട് തന്നെ പമ്പയിലും പതിവിലധികം ഭക്തന്മാർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അക്ഷമയോടെ മല ചവിട്ടാനായി കാത്തുനിന്നു. വളരെയധികം നേരം കാത്തു നിന്നിട്ടാണെങ്കിലും ഞങ്ങളും പതിയെ മല ചവിട്ടി തുടങ്ങി. പതിയെ ആ സായം സന്ധ്യ രാത്രിയിലേക്ക് വഴിമാറി. ഞങ്ങളും ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ശരണം വിളികളാൽ മുഖരിതമായ അവിടം ഓരോ ഭക്തനെയും ക്ഷീണം മറന്ന് മല കയറാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ പതിയെ നടന്നെത്തിയത് ശബരിപീഠത്തിലേക്കായിരുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണത്തിനെത്തിയപ്പോൾ ശബരി എന്ന സന്യാസിയുടെ ആതിഥ്യം സ്വീകരിച്ചത് ഇവിടെ വെച്ചെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. മാതംഗവനം എന്നായിരുന്നു ശബരിപീഠത്തിന്റെ പൂർവനാമം. ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശത്താൽ പുണ്യം നേടിയ ശബരിയുടെ പേരിൽ ശബരിമല എന്നായി മാറുകയായിരുന്നു. അവിടെ നാളികേരമുടച്ച് ശബരിപീഠത്തെ വലം വെച്ചുകൊണ്ട് അയ്യപ്പന്മാർ യാത്ര തുടരുന്നു. ഞങ്ങളെ കൂട്ടത്തിലെ കന്നി മാളികപ്പുറവും ക്ഷീണം മറന്ന് ഭക്തിയോടെ മല ചവിട്ടുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും നമ്മൾ നടന്നെത്തുന്നത് തിരക്കൊഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച പുതിയ സംവിധാനത്തിലേക്കാണ്. ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളെല്ലാം ഈ പദ്ധതി നടപ്പാക്കിയിട്ടും തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നീണ്ട 3 മണിക്കൂറത്തെ കാത്തിരിപ്പിനു ശേഷം വീണ്ടും മലകയറ്റം ആരംഭിച്ചു. പക്ഷേ അപ്പോൾ സമയം പുലർച്ചെ 2 മണിയായിരുന്നു. എന്നാൽ തിരക്കൊട്ടും കുറഞ്ഞതില്ലതാനും. തിരക്കിൽ നിന്നും ഇരുന്നും സ്വാമിമാർ പതിയെ ദൂരങ്ങൾ താണ്ടിക്കൊണ്ടേയിരുന്നു. നീണ്ട നേരത്തെ മല കയറ്റത്തിന് ശേഷം നമ്മൾ ചെന്നെത്തിപ്പെടുന്നത് ശരംകുത്തിയാലിലാണ്. ശബരിപീഠത്തിൽ നിന്ന് 1 കിലോമീറ്റർ നടന്നാൽ ശരംകുത്തിയിലെത്താം. ആദ്യമായി ദർശനത്തിനെത്തുന്ന സ്വാമിമാർ ഇവിടെ ശരം നിക്ഷേപിക്കുന്നു. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനും മലകയറ്റത്തിനും ശേഷം കണ്ണിനെയും കരളിനെയും ഒരുപോലെ സന്തോഷിപ്പിച്ച കാഴ്ചയാണിത്. 18ാം പടി. ഓരോ അയ്യപ്പന്റെയും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരേ ഒരു മാർഗം. അരികെ കത്തുന്ന ആ ആഴിയെ സാക്ഷിയാക്കി ഓരോ അയ്യപ്പനും ആ 18 പടിയും ചവിട്ടി അയ്യനെ ദർശിക്കുന്നു. അതുവരെ ഏറ്റ എല്ലാ കഷ്ടതകളും മറന്ന് ആ തിരുമുറ്റത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന പ്രാർത്ഥനയോടെ ഓരോ അയ്യപ്പനും ആ കാഴ്ച
നിറകണ്ണുകളോടെ കണ്ടു നിൽക്കുന്നു. എന്നും ആ മുറ്റം ശരണം വിളികളോടെ ഭക്തിസാന്ദ്രമായി തന്നെ നിൽക്കുന്നു. നീ തേടുന്നതെന്തോ അത് നിന്നിൽ തന്നെയുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ആ തിരുമുറ്റത്ത് ഇന്ന് ഞാനും നിൽപ്പു നിറഞ്ഞ കണ്ണുകളോടെ. അയ്യപ്പ ദർശനം കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് മാളികപ്പുറത്തേക്കാണ്. മഹിഷിയെ നിഗ്രഹിച്ച് ശാപമോക്ഷം നൽകിയപ്പോൾ മഹിഷി സുന്ദരിയായ ഒരു സ്ത്രീയായി മാറുകയും അയ്യപ്പനോട് തന്നെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ശബരിമലയിൽ പ്രധാന മൂർത്തിയായ അയ്യപ്പ സ്വാമിക്ക് തുല്യമായ പ്രാധാന്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മയുടേത്. അവിടെ നിന്നും ഉപദേവതകളെ പ്രാർത്ഥിച്ച് നേരെ പോകുന്നത് മണിമണ്ഡപത്തിലേക്കാണ്. ശബരിമലയുടെ മൂലസ്ഥാനമാണ് മണിമണ്ഡപം. മറവപ്പടയെ തോൽപ്പിച്ചെത്തിയപ്പോൾ അയ്യപ്പൻ ഇരുന്ന് വിശ്രമിച്ച സ്ഥലം. ധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച മണികണ്ഠൻ പന്തളത്ത് നിന്ന് സന്നിധാനത്തെത്തിയപ്പോൾ ആദ്യം ഇരുന്ന സ്ഥാനത്താണ് മണിമണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത്. സന്നിധാനത്തെ ചടങ്ങുകൾക്കെല്ലാം ശേഷം മല ഇറങ്ങുന്നതിന് മുമ്പ് നേരെ പോകുന്നത് ഉരക്കുഴിയിലേക്കാണ്. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഈ കാനന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചു സന്നിധിയിൽ എത്തിയെന്നാണ് വിശ്വാസം. ഇതിന്റെ ചുവട് പിടിച്ചാണ് അയ്യപ്പ ഭക്തർ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ മുങ്ങിക്കുളിക്കുന്നത്. വെള്ളം സ്ഥിരമായി പതിച്ച് പാറ ഉരൽ പോലെ കുഴിയായെന്നും ഉരൽക്കുഴി ലോപിച്ച് ഉരക്കുഴിയായെന്നുമാണ് വിശ്വാസം. ഒരു സമയം ഒരാൾക്ക് മാത്രമാണ് ഇവിടെ മുങ്ങിക്കുളിക്കാൻ കഴിയുക. ഉരൽക്കുഴിയിലെ കുളി പാപനാശിനിയാണെന്ന് ഭക്തർ കരുതുന്നു. ഉരക്കുഴി സ്നാനവും തീർത്ത് വാവർ സ്വാമിയെ ഒന്നുകൂടെ കണ്ട് ഞങ്ങൾ പതിയെ ആ മലയിറങ്ങി, നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ കണ്ണുകളോടെ.